നല്ല അടിപൊളി മന്തിയാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത്രയും സാധനം മിക്സിയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരക്കണം. കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുക. ആ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ചിക്കൻ നല്ലപോലെ ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. പിന്നെ മാഗി ക്യൂബാണ്. ഞാനിപ്പോൾ കുറച്ച് ചിക്കനായതുകൊണ്ട് 2 മാഗി ക്യൂബ്, കുരുമുളക്, ചെറിയ ജീരകം, പിന്നെ മന്തി മസാല, മെയിനായിട്ട് മന്തി മസാല, പിന്നെ ഒരു കപ്പ് ഫുള്ള് വേണം സൺഫ്ലവർ ഓയിൽ. എണ്ണ കുറച്ച് അധികം നിന്നോട്ടെ. പിന്നെ ക്യാപ്സിക്കം, റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാം. പിന്നെ അതാ ചിക്കൻ നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ 2 സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം ചെറിയ തീയിൽ ഒരു 20 മിനിറ്റ് വെച്ചതാണ്. ഇപ്പോൾ ചിക്കനെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അതിന് പകുതി നമുക്ക് എണ്ണയും ചിക്കനും അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ പകുതി ചോറ് ഇട്ട് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന്, കളറ് കുറച്ച് യെല്ലോ കളറ്, ഇത് ഞാൻ കളറല്ല മഞ്ഞൾപ്പൊടിയാണ് കലക്കിയിട്ട് വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓയിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഉള്ള ചോറ് ഫുള്ള് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഫുള്ള് ചിക്കനും ഇട്ട് നല്ലപോലെ ചെറിയ തീയിലൊരു അരമണിക്കൂർ ദം ചെയ്യുക. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മറ്റേ സ്മോക്ക് ഇടാം. ഞങ്ങൾക്ക് സ്മോക്കിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. കാളി പച്ചമുളക് വെച്ച് കൊടുത്ത് അരമണിക്കൂർ ദം കഴിഞ്ഞതിന് ശേഷം തുറക്കുമ്പോൾ നല്ലൊരു അടിപൊളി മണമാണ്. പിന്നെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മൾ അടിപൊളി മന്തി റെഡിയായി. ഈസി അല്ലേ ഈ മന്തി ഉണ്ടാക്കാൻ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മന്തിൻ്റെ കൂടെ മയോൺസാണ് വേണ്ടിയത്. ഇവിടെ മയോൺസ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മയോൺസ് ഉണ്ടാക്കിയില്ല. അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടാക്കി.